ഇളാഅത്തുൽ മാൽ, ധനം അന്യായമായി ചെലവഴിച്ച് കളയുക. ഇന്ന് കിട്ടുന്നതൊന്നും ആർക്കും തികയുന്നില്ല. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് 150 രൂപ കൂലിയുള്ള കാലഘട്ടത്തിൽ നിന്ന് 1500 രൂപ ദിവസക്കൂലി കിട്ടിയിട്ടും ആളുകൾക്ക് തികയുന്നില്ല. ഇന്ന് വളരെ രസമാറ്റങ്ങളുടെ വർത്താനം കേൾക്കുമ്പോ ഞാൻ 25 ലക്ഷം ഇറക്കിയിട്ടുണ്ട്, 2 CR ഞാൻ അതിൽ മുടക്കിയത്, ഇത് ഇവിടുന്നേ കിട്ടിയത്, അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്, എന്തേ വെച്ചത്, വാപ്പാന്റെ പേരിലുള്ള പറമ്പ് എന്തേ വെച്ചത്, കുടുംബം താമസിക്കുന്ന കുടുംബത്തിന്റെ ആധാരം. ഇങ്ങനെ പണം യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു രീതി. അവിടെ 5 കൊടുത്തു, ഇവിടെ 50 ഞാൻ മടക്കി, അവിടെ 2 CR വെച്ചു, ഇവിടെ 10 CR ഞാൻ മടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ന ഒരു ലാഘവത്തോടുകൂടി ഹറാമിൽ മുങ്ങിക്കുളിച്ച് ജീവിച്ചു മരിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ചെലവാക്കുന്നതിലാ സ്റ്റാറ്റസ്, ചെലവാക്കിയിട്ട സ്റ്റാറ്റസ് ഉണ്ടാക്കല്. പൈസ യഥേഷ്ടം ചെലവാക്കി എന്താർഭാടത്തിനും ആഘോഷത്തിനും പണം കൊണ്ട് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ മത്സരിക്കുമ്പോ ആളുകൾക്ക് സമ്പത്തിൽ ശേഖരിക്കുന്നതിലോ സമ്പാദിക്കുന്നതിലോ ചെലവഴിക്കുന്നതിലോ യാതൊരു കൺട്രോളും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. നമ്മളൊക്കെ പറയാറില്ലേ, 500 ചെലവാക്കിയ എന്ന് പറഞ്ഞ് അങ്ങ് പോകും. വലിയ ക്വാളിറ്റി ആയിട്ടാ പറയല്. 1000 റുപ്യ വീട്ടിലിരുന്നിട്ടുള്ളൂ, പെട്ടെന്ന് ചെലവായി. ആവശ്യമില്ലാത്തത് അനാവശ്യ കാര്യങ്ങൾക്ക്. കല്യാണത്തിന്റെ അന്ന് വാപ്പ പറയുന്നു 3 ലക്ഷം റുപ്യ ചെലവാ. ആരെ 50,000 കൊണ്ടുപോയത്? ഗാനമേള ട്രൂപ്പ്. ആരെ 50,000 കൊണ്ടുപോയത്? അല്ല ബ്യൂട്ടീഷ്യന്മാര്. ബാക്കി എന്തേ ചെയ്തത്? കരിമരുന്ന് പ്രയോഗത്തിന് കുടുംബത്തിന് ചെറുപ്പക്കാർക്ക് കൊടുത്തത്. ഇതൊരു ലാഘവ വർത്തമാനമായിന്ന്. പണമുണ്ടാക്കലും അത് ചെലവാക്കലും ഒരു വലിയ രസമായി ആളുകൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഇന്ന് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്ക് ഏറ്റവും മോശം സ്വഭാവമാ വരവറിയാതെ ചെലവഴിക്കുക എന്നുള്ളത്. വരവ് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദുനിയാവിൽ ആരെയും ജയിക്കാനും തോൽപ്പിക്കാനും ആളുകൾക്ക് മുൻപിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കാനും അല്ല. എന്റെ പണം എവിടുന്ന് വന്നു എന്നും എവിടെയൊക്കെ ചെലവാക്കി എന്നും അള്ളാഹു ചോദിക്കുമെന്ന ബോധത്തോടുകൂടി കുലു നിങ്ങൾ കഴിച്ചോ, വസ്റബു നിങ്ങൾ കുടിച്ചോ, വതസദ്ദഖു നിങ്ങൾ ദാനധർമ്മം നിർവഹിച്ചോളൂ, വതൽബസു നിങ്ങൾ ധരിച്ചോളൂ, മാലം യുഖാലിതുഹു ഇസ്റാഫുൻ ഒരിക്കലും അമിതത്വത്തോടെയോ അഹങ്കാരത്തോടെയോ നിങ്ങൾ അത് ചെലവാക്കാൻ പാടില്ല എന്ന് മാത്രം. സാമൂഹിക ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്ത്രത്തിലൊക്കെ വലിയ ദൂർത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തേക്ക് വേണ്ടി 10,000 ചെലവാക്കുന്നവര്, വ്യത്യസ്ത കല്യാണങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത രീതിയിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നവര്, ഒരു വീട്ടിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ എണ്ണം പോലും 4 പേരുള്ള വീട്ടിൽ 15 ജോഡി ചെരുപ്പിലധികവും അതിനേക്കാൾ 10 ജോഡിയിലധികം ഷൂസും വെക്കാൻ 4 റേക്കുമൊക്കെ വെക്കുമ്പോ അതൊരു പക്ഷേ നമുക്ക് പവറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞത് എല്ലാം എടുത്ത് കത്തിച്ചു കളയണം, ഇനി ആരും ചെരുപ്പിട്ട് നടക്കരുത് എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പക്ഷെ ഇളാഅത്തുൽ മാൽ, പൈസ ചെലവാക്കി വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു പവറുണ്ടല്ലോ, അത് നമ്മളെ ദുസ്വഭാവമാ, അത് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാ.